കമാൻഡ് ബട്ടൺ അതായത് സബ്മിറ്റ് ബട്ടൺ ഡബിൾ ക്ലിക്ക്. dim arrange as range. അതിനുശേഷം ഇവിടെ ഡിം അല്ല സ്റ്റാറ്റിക് എന്താണെന്ന് പിന്നീട് നമുക്ക് മനസ്സിലാവും. സ്റ്റാറ്റിക് എ ആസ് ഇൻറ്റീജർ. അതിനുശേഷം എന്താ എക്കൊരു വാല്യൂ കൊടുക്കുക. എ ഈക്വൽ a+1. അതിനുശേഷം സെറ്റ് arrange ഈക്വൽ ഷീറ്റ്സ് ബ്രാക്കറ്റ് ഓപ്പൺ ഡബിൾ കോഡ്. ഏത് ഷീറ്റാ? ഹോം. ഡബിൾ കോഡ് ബ്ലാക്ക് ഡോട്ട് റേഞ്ച് ബി കോളം ബി ആൻഡ് റോസ് ഡോട്ട് കൗണ്ട് ബ്രാക്കറ്റ് ക്ലോസ് ഡോട്ട് എൻഡ് എക്സൽ അപ്പ്. ഓക്കെ, ഇനി അറേഞ്ച് ക്യാപിറ്റൽ കൊടുക്കുക. ഇനി എന്താ? അറേഞ്ച് ഡോട്ട് ഓഫ്സെറ്റ് 1,0 ഈക്വൽ എ. ഇതൊന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. സബ്മിറ്റ് 1 1 2 3 4 5 6. ഇതൊന്ന് ക്ലിയർ ചെയ്യാം. അതിനുശേഷം ഈ സ്റ്റാറ്റിക്കുകളുടെ ഇവിടെ ഡിമ്മാക്കി നോക്കാം. DIM ഡിം. ഇനി നോക്കാം എന്താകുന്നു. സബ്മിറ്റ് 1 എല്ലാം ഒന്ന് തന്നെ. ഡിമ്മും സ്റ്റാറ്റിക് എന്താ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഡിമ്മിൽ ലാസ്റ്റ് വാല്യൂ മെമ്മറിയിൽ വെക്കൂല. അതേ മറിച്ച് സ്റ്റാറ്റിക് ആണെങ്കിൽ ലാസ്റ്റ് വാല്യൂ അതിൻ്റെ മെമ്മറിയിൽ കിടക്കും. അപ്പം 1+1+ ആയിട്ട് വരും. 1 2 3. ഇവിടെ മാറ്റിയിട്ട് സ്റ്റാറ്റിക് തന്നെ കൊടുക്കുക. സ്റ്റാറ്റിക്. അതിനുശേഷം arrange ഡോട്ട് ഓഫ്സെറ്റ് 1,1 ഈക്വൽ എന്താ? മീ ഡോട്ട് ഐറ്റം നെയിമല്ല വേണ്ട, നെയിം ബോക്സ്. ഇത് കോപ്പി പേസ്റ്റ് ചെയ്യാൻ നമുക്ക്. കോപ്പി കൺട്രോൾ V 1,1 ഐറ്റത്തിന് ശേഷം വരുന്ന ക്വാണ്ടിറ്റി ബോക്സ് ആണ്. ഡോട്ട് QTY ബോക്സ് ഡോട്ട് വാല്യൂ. ഇനി 1,3 ക്വാണ്ടിറ്റിക്ക് ശേഷം റേറ്റ് വരുത്തുക. റേറ്റ് ബോക്സ് ഡോട്ട് വാല്യൂ. 1,4 എന്താ? റേറ്റിന് ശേഷം വിത്ത് ടാക്സ്. വാറ്റ് empty ബോക്സ് ഡോട്ട് വാല്യൂ. 1,5 ടോട്ടൽ എമൗണ്ടോ മീ ഡോട്ട് TOT ബോക്സ് അല്ല, ടോട്ടൽ പേഡ് അല്ല, TOT ബോക്സ് ഡോട്ട് വാല്യൂ. ഇതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം നമുക്ക്. 1025 2 പീസ്. ഓക്കെ, രണ്ട് പീസ് 120. ടാക്സ് എമൗണ്ട് 43. ടോട്ടൽ എമൗണ്ട് 253.70. ഇതിന് ശേഷം നാണ് ടോട്ടൽ എമൗണ്ട് അതേപോലെ വാറ്റ് എമൗണ്ട് ഈ രണ്ട് ടെക്സ്റ്റ് ബോക്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം.
sub bbx1 sub bbx2. Okay, me dot sub equal var me dot sub box me dot sub bbx1 equal var me dot sub bbx1 പ്ലസ്, അതായത് ഈ ഓൾറെഡി ഇതിൽ ഏത് എമൗണ്ട് ഉള്ള അതോട് കൂട്ടിയിട്ട് അതിൽ ആഡ് ചെയ്യണം. പ്ലസ് വാൾ me dot vat total bbx vat total box. അതേപോലെ തന്നെ me dot sub bbx2 equal wall me dot sub bbx2 plus wall me dot TOT ബോക്സ്. അതിനുശേഷം എന്ത് ചെയ്യണം? ബി ഡോട്ട് ടെക്സ്റ്റ് ബോക്സ് അല്ല ഇവിടെ, ഐറ്റം ബോക്സ് ഈക്വൽ ബ്ലാങ്ക് ബി ഡോട്ട് നെയിം ബോക്സ് ഈക്വൽ ബ്ലാങ്ക്. അതിനുശേഷം ബി ഡോട്ട് ക്വാണ്ടിറ്റി ബോക്സ് ഈക്വൽ ബ്ലാങ്ക്. അതിനുശേഷം മീ ഡോട്ട് റേറ്റ് ബോക്സ് ഈക്വൽ ബ്ലാങ്ക്. അതിനുശേഷം മീ ഡോട്ട് വാറ്റ് ഈക്വൽ ബ്ലാങ്ക്. അതിനുശേഷം മീ ഡോട്ട് ഐറ്റം ബോക്സ് ഡോട്ട് സെറ്റ് ഫോക്കസ്. ഒന്ന് റണ്ണടിക്കുക, പ്ലേ ചെയ്ത് നോക്കാം നമുക്ക്. 1036 2. ഓക്കെ, ഇവിടെ ഒന്ന് ക്ലിയർ ചെയ്യണം അതിന് മുമ്പ്. വൺ 1036 2 പീസ് 25 കൊടുക്കാം. ഓക്കെ, ടാക്സ് 15 ആക്കി നോക്കാം. 1036 2 പീസ് 1045 1048 2 പീസ് 1029 ഇല്ല, ഉണ്ട്. ഓക്കെ, 5 പീസ്. ഓക്കെ, 612 92 ടോട്ടൽ, 88 92 ടാക്സ്. ഈ എമ്മൂടെ താഴെ കിടക്കുന്ന എമൗണ്ട് ഇൻക്ലൂഡ് ടാക്സ് അടക്കാം. ഇതിവിടെ എന്തിനാന്ന് ഡാറ്റാ ബേസിലേക്ക് ഇത് ആവശ്യം വരും നമുക്ക്, അതാ ഇവിടെ സെപ്പറേറ്റ് എടുത്ത് വെച്ചേ. ഇനി പേ ബട്ടണോ? ഇവിടെ ഓൾറെഡി ഞാൻ കോഡിങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എം ആറിൻ്റെ അഡ്രസ്സ് ഒന്ന് നമുക്ക് നോക്കാം. എം ആർ ഇ കെ ഷീസ് ഹോം ഡോട്ട് റേക്ക് ബി ഏതാ? ബി കോളം ബി. ബിയുടെ തൊട്ട് താഴെ എല്ലാ അഡ്രസ്സായിരിക്കും. ഏത് അഡ്രസ്സാ? റോം നമ്പർ 13 ആയിരിക്കും എം ആറിൻ്റെ വാല്യൂ വരുന്നത് ഇവിടെ. അതിനുശേഷം ചെയ്യണം, അത് അൺഫ്രീസ് ചെയ്യുക. അതിനുശേഷം ഇത് 3 4 അൺഫ്രീസ് ചെയ്യുക. അതേ ഷീറ്റ് തന്നെ, ഷീറ്റ് കോളം ഡി ആൻഡ് എം ആർ പ്ലസ് 3. കോളം ഡി ഏതാ? കോളം ഡി ഇതാ, കോളം ഡി. എം ആർ പ്ലസ് 3 അതായത് 17 വരും. 17 റോയിൽ എന്ത് ചെയ്യണം? അണ്ടർ സ്ക്വയർ കോമ ജി, അതായത് ഡി മുതൽ ജി വരെ എന്ത് ചെയ്യണം? അണ്ടർ സ്ക്വയർ ചെയ്യണം. അതിനുശേഷം ഡി കോളം ഡി എം ആർ പ്ലസ് 4 അതിന് തൊട്ട് താഴെയുള്ള ഇപ്പം തന്നെ നമുക്ക് ക്ലിയർ ചെയ്യാം. ഇതൊന്ന് റണ്ണടിക്കാം. ഓക്കെ, അണ്ടർ സ്ക്വയറായി.
അതിന് തൊട്ട് താഴെ റോ M+4 ടോട്ടൽ വാറ്റ് എന്ന ടെസ്റ്റ് കൊടുക്കണം. അതിനുശേഷം വാറ്റ് ടോട്ടൽ വാറ്റ് എന്ന എമൗണ്ട് കൊടുക്കണം. ഇത് റൺ അടിക്കുക. ഒരു എമൗണ്ട് കൊടുക്കുക 300 വാറ്റ് എമൗണ്ട് പേ. ഓക്കെ, ടോട്ടൽ വാറ്റ് 300 300. അതിനുശേഷം ഇത് ഫ്രീസ് ചെയ്യുക, അൺഫ്രീസ് ചെയ്യുക, സോറി. MR+4 അതായത് എഫ് കോളം എഫിലായി വരും. ഇതേ റോസ് തന്നെ, സെയിം റോ. ടോട്ടൽ എമൗണ്ട് എന്ന ടെസ്റ്റ്. അതിനുശേഷം ജി കോളം ഇതാ ജി കോളം ടോട്ടൽ എമൗണ്ട് വാല്യൂ. അതിനുശേഷം പേ ലേബിൾ ക്യാപ്ഷൻ. ഈ ലേബിൾ ക്യാപ്ഷൻ ഇതാ ലേബിൾ ക്യാപ്ഷൻ, പേ LBL. ഇതിലേക്ക് എന്ത് ചെയ്യണം? ടോട്ടൽ വാല്യൂ ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം, പേ ലേബിൾ ക്യാപ്ഷനിലേക്ക്. അതിനുശേഷം ക്യാഷ് ബോക്സിലേക്ക് സെറ്റ് ഫോക്കസ് ചെയ്യണം. റണ്ണടിക്കുക. അതിനുമുമ്പ് ഇതൊന്ന് ക്ലിയർ ചെയ്യാം നമുക്ക്. ഇവിടെ ഒരു ടാക്സ് എമൗണ്ട് 300 കൊടുക്കുക, ബിൽ എമൗണ്ട് ഒരു 600 കൊടുക്കുക. ഇനി പേ. ഓക്കെ, ടോട്ടൽ വാറ്റ് 300, ടോട്ടൽ എമൗണ്ട് 600. ക്യാഷ് ബോക്സിലേക്ക് ടെസ്റ്റ് ബോക്സിലേക്ക് സെറ്റ് ഫോക്കസ് ചെയ്ത്. ഇനി അടുത്തത് ക്യാഷ് ബോക്സാ. ഡബിൾ ക്ലിക്ക്. ഇവിടെ ടോട്ടൽ പി ഡി ഈക്വൽ. ടോട്ടൽ പി ഡി ടോട്ടൽ പി ഡി ഈ ബോക്സാ ടോട്ടൽ പി ഡി. ഇതിലേക്ക് എന്ത് ചെയ്യണം? ക്യാഷ് ബോക്സ് പ്ലസ് ബാങ്ക് ബോക്സ് രണ്ടും കൂടി പ്ലസ് ചെയ്തിട്ട് ടോട്ടൽ പി ഡിയിലേക്ക് ഫില്ല് ചെയ്യണം. അതിനുശേഷം ചേഞ്ച് ബോക്സ് ഏറ്റവും ലാസ്റ്റ് കിടക്കുന്ന ചേഞ്ച് ബോക്സ്. അതിലേക്ക് എന്ത് ചെയ്യണം? പേ ലേബിൾ ക്യാപ്ഷൻ ഇതിൽ നിന്ന് മൈനസ് ചെയ്യണം. ഇത് രണ്ടും. ടോട്ടൽ പേഡ് ബോക്സ് ഉള്ളത്, ഏത് എമൗണ്ടാണ് ഉള്ളത്, അത് പേ ലേബിൾ ക്യാപ്ഷനിൽ മൈനസ് ചെയ്ത് കൊടുക്കണം. ചെക്ക് ചെയ്യാം. 200 plus 600 പേ. അതിനുശേഷം 600 300 ക്യാഷ് പേ. അതിനുശേഷം 300 ബാങ്ക് പേ. ഓക്കെ, ബാലൻസിൽ 0. ഇതേ കോഡിങ് തന്നെ എന്ത് ചെയ്ത് കോപ്പി ചെയ്തിട്ട് ഇതിലേക്ക് കാൾ ചെയ്ത് ക്യാഷ് ബോക്സ് ചേഞ്ച് കാൾ ചെയ്ത്. അപ്പോൾ രണ്ടിലും ഒരേ ഫോർമുല ഒരേ കോഡിങ് ഉപയോഗിക്കാം, വർക്ക് ചെയ്യും. ഇതിന് ശേഷം എന്നുള്ളത് സേവ് ബട്ടണാണ്. സേവ് ബട്ടൺ ക്ലിക്ക്. ഇവിടുത്തെ കോഡിങ് ഡീപ് ഈസ് ഫ്രം RNG as ലോങ്. അതിനുശേഷം DBS അൺഫ്രീസ് ചെയ്യുക. അതിനുശേഷമുള്ളത് 2 3 ഇത് 3 അൺഫ്രീസ് ചെയ്യുക. DBSന്റെ റേഞ്ച് ഏതാ കൊടുത്തത്? ഷീറ്റ് ഡാറ്റാബേസാ. റേഞ്ച് .b ഡാറ്റാബേസ്. ഡാറ്റാബേസ് ബി. കോളം നമ്പർ ഏതാ? B ആ. ഇതൊന്ന് ക്ലിയർ ചെയ്യുക. ഡാറ്റ B. ബിയിൽ ഏത് റോ ഉള്ളത്? ഏത് റോ? കറണ്ട്ലി ഒന്നാമത്തെ റോ മാത്രമേ നോൺ ബ്ലാങ്ക് ഉള്ളൂ. അപ്പം ബിന്റെ DBSന്റെ വാല്യൂ എന്തായിരിക്കും? 2 ആയിരിക്കും. അപ്പോൾ ഷീറ്റ് 1 ഡോട്ട് റേഞ്ച് C7 ഏതാ? ഇൻവോയ്സ് നമ്പറാ C7.
C7 ഡി ബേസ് പ്ലഗ് 1001. ഡി ബേസിൽ നിന്ന് 2 കിട്ടുന്നെങ്കിൽ 1001 കൂട്ടിയാൽ എന്തായാലും 1003 ആയിരിക്കും. 1 കിട്ടുന്നെങ്കിൽ 1002 ആയിരിക്കും. ഓക്കെ. അതിനുശേഷം എന്ത് ചെയ്യണം? F7 ഇതാ F7 ഡേറ്റ്, കറണ്ട് ഡേറ്റ്. അതിനുശേഷം G7 കറണ്ട് ടൈം. G7 ഇതാ G7 കറണ്ട് ടൈം. ഇതൊന്ന് ക്ലിയർ ചെയ്യുക. കറണ്ട് ടൈം ക്ലിയർ ചെയ്യുക, കറണ്ട് ഡേറ്റ് ക്ലിയർ ചെയ്യുക. അതിനുശേഷം ഒന്ന് റൺ അടിക്കുക. സേവ്. ഓക്കെ. 1002 വന്നു. ഇൻവോയ്സ് 10/7/2021 9:46. ഓക്കെ. അതിനുശേഷം RNG sheet 1 dot range F ഏതാ കൊടം? F ഇതാ എഫിൻ്റെ റോന്മാ വരുന്നു. എഫിൻ്റെ റോൻ കറണ്ട്ലി വിത്ത് 17 ആയിരിക്കും. 16 വരെ ഇവിടെ നോൺ ബ്ലാങ്കാ. ടെസ്റ്റ് കിടക്കുന്നുണ്ട്. ഇതൊന്ന് അൺഫ്രീസ് ചെയ്യുക. RNG +1 എന്ത് ചെയ്യണം? പേ ബൈ ക്യാഷ്. എഫിൽ അപ്പോൾ ഇവിടെ പേ ബൈ ക്യാഷ് വരും. എന്നാൽ ടെസ്റ്റ് വരും. അതിനുശേഷം ജിയിൽ സെയിം റോ അഡ്രസ്സിൽ ക്യാഷ് ബോക്സ് ഡോട്ട് വാല്യൂ. ഓക്കെ. ഒന്ന് ചെക്ക് ചെയ്യാം. ക്യാഷ് ബോക്സിൽ ഒരു 500 രൂപ. സേവ് ബൈ ക്യാഷ് 500. ഓക്കെ. ഇനി നെക്സ്റ്റ് ഏതുള്ളത്? നെക്സ്റ്റ് G2 എന്തായിരിക്കും? RNG +2 ഇതൊന്നെങ്കിൽ ഇത് 2. അതിൻ്റെ തൊട്ടടുത്ത റോ എന്താ? ബാങ്ക് ബോക്സാ. ബാങ്ക് ബോക്സ് എത്ര കൊടുക്കുക? 600 കൊടുക്കുക. ഓക്കെ. ഒന്ന് ക്ലിയർ ചെയ്യണം ഇവിടെ. ക്യാഷ് ബോക്സിൽ 500 കൊടുക്കുക. ബാങ്ക് ബോക്സിൽ 600 കൊടുക്കുക. സേവ്. ഓക്കെ. ബൈ ക്യാഷ് 5,000. ബൈ കാർഡ് 6,000. നെക്സ്റ്റ് ഏതോ? ടോട്ടൽ പേയ്ഡ്, ടോട്ടൽ വീഡിയോ. F+3 ഇതിനും തൊട്ട് താഴെയായിട്ട് ടോട്ടൽ പേയ്ഡ് ടെസ്റ്റ് കൊടുക്കണം. അതിനുശേഷം G+3 സെയിം അതേ റോസ് തന്നെ. എന്താ? കോളം നമ്പർ G ടോട്ടൽ പേയ്ഡ് വാല്യൂ. ചെക്ക് ചെയ്യാം. ഒന്ന് ക്ലിയർ ചെയ്യാം. ഒരു 400 കൊടുക്കാം. ബാങ്ക് എത്രയാ? 300 700. സേവ്. ഓക്കെ. ടോട്ടൽ ക്യാഷ് 400. ബൈ കാർഡ് 300. ടോട്ടൽ പെയ്ഡ് 700. ഓക്കെ. അതിനുശേഷം എന്താ വരുന്നത്? ഒരു ടെസ്റ്റ്. താങ്ക് യു, വിസിറ്റ് അഗൈൻ. അതിനുശേഷം ഏതാ? റോ നമ്പർ 4 +3. ഇതുവരെയുള്ള 3 +4 ഇവിടെ കോളം നമ്പർ C. ഇവിടെ ഈ ടെസ്റ്റ് വരണം. അതിനുശേഷം റോ നമ്പർ +4 തന്നെ എഫ് എവിടെയാണ്? എഫ് ഇതിന് തൊട്ട് താഴെയായിട്ട് ചേഞ്ച് എന്ന ടെസ്റ്റ് വേണം. അതിനുശേഷം ചേഞ്ച് ബോക്സ് ഡോട്ട് വാല്യൂ +Gയിലേക്ക് ഏറ്റവും ലാസ്റ്റ് G.
അതിനുശേഷം എന്ത് ചെയ്യണം? അണ്ടർ സ്കോർ കൊടുക്കണം. എവിടെ? സിയില, സി മുതൽ എഫ് വരെ ഒന്ന് ക്ലിയർ ചെയ്യാതെ അതിനുശേഷം റൺ അടിക്കുക. ടോട്ടൽ എമൗണ്ടിലേക്ക് എത്ര? 5000 കൊടുക്കുക. ക്യാഷ് പെയ്ഡ് എത്രയോ? 4000. ബാങ്ക് 1000. ബാലൻസ് 0. സേവ്. ഓക്കെ. ബൈ ക്യാഷ് 4000, ബൈ കാർഡ് 1000, ടോട്ടൽ പെയ്ഡ് 5000, ചേഞ്ച് 0. താങ്ക് യു, വിസിറ്റ് അഗെയിൻ. ഇതിന് ശേഷം എന്താ കൊടുക്കേണ്ടത്? ഇത് ഇവിടെ വേസ്റ്റാണ്. ഓക്കെ. ഇവിടെ വിത്ത് കൊണ്ട് തുടങ്ങണം. ഷീറ്റ് ഡോട്ട് തന്നെയാണ് ഏറ്റവും തൊട്ട് താഴെയായിട്ട്. കോഡം നമ്പർ സി ഇതാണ്. അഡ്രസ്സ് കൊടുക്കണം. അപ്പോളോ 2,0, 3,0, 4,0, 5,0. മൂവായിരം 3700 ബാങ്ക്. സേവ്. ഓക്കെ. അപ്പോൾ ഗ്രോസറി കണ്ണൂർ, കോണ്ടാക്ട് നമ്പർ കാഷ്യർ 1. ഇതിന് ശേഷം എന്താ ചെയ്യാനുള്ളത്? ഇതിന് ശേഷം ഈ എമൗണ്ട് ഷീറ്റ് 3, അതായത് ഡാറ്റാ ബേസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഡേറ്റ്, ഇൻവോയ്സ് നമ്പർ, ടോട്ടൽ എമൗണ്ട്, ക്യാഷ് പെയ്ഡ് എത്രയാ, കാർഡ് പെയ്ഡ് എത്രയാ, ബാലൻസ് പേ എത്ര, ക്യാഷിയർ. ഇവിടെ നമുക്കിത് ക്ലിയർ ചെയ്യാം. ഇതിവിടെ അൺഫ്രീസ് ചെയ്യാം. അതിനുശേഷം എന്ത് ചെയ്യണം? ക്ലിയർ ചെയ്യണം. മൊത്തത്തിൽ യൂസർ ഫോമുള്ളത് ടെക്സ്റ്റ് ബോക്സ് മൊത്തത്തിൽ, കോംബോ ബോക്സ് മൊത്തത്തിൽ ക്ലിയർ ചെയ്യുക. അതെല്ലാം കോഡിങ് ചെയ്ത് CTR as control for each CTR user phone dot controls. CR dot variable blank national CTR. ഇതിൽ എന്ത് പെടില്ല? ലേബിൾ പെടില്ല. ലേബിൾ ബ്ലാങ്ക് ആവില്ല. അതിന് ക്യാപ്ഷനാണ്, ഇതിൽ ടെക്സ്റ്റ് അല്ല. അപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് കോഡിങ് കൊടുക്കണം. പേ ലേബിൾ ഡോട്ട് ക്യാപ്ഷൻ ഈക്വൽ ബ്ലാങ്ക്. അതിനുശേഷം ഐറ്റം ബോക്സ് സെറ്റ് ഫോക്കസ് ചെയ്യണം. രണ്ടാമത് ടൈപ്പ് ചെയ്യണമല്ലോ അമൗണ്ട് ഐറ്റം ബോക്സിൽ. ഐറ്റം കോഡ് നമ്പർ ചെക്ക് ചെയ്യാം നമുക്ക്. ടാക്സ് എമൗണ്ട് എത്രയോ? ഒരു 300 കൊടുക്കാം നമുക്ക് എക്സാമ്പിളായിട്ട്. ഒരു 5000 എമൗണ്ട് കൊടുക്കാം. പേ 4000, 1000 ബാങ്ക് കാർഡ് പേയ്മെൻറ്റ്. സേവ്. വിത്തിന് ഇവിടെ എൻ്റെ വിത്ത് കൊടുത്തില്ല. എൻ്റെ വിത്ത് ഫ്രീസ് ചെയ്തു. ഓക്കെ, അൺഫ്രീസ് ആക്കാം. ടാക്സ് ഒരു 300 കൊടുക്കുക. ബിൽ എമൗണ്ട് 5000 കൊടുക്കുക. പേ ക്യാഷ് എത്രയോ? 4000, ബാങ്ക് 1000. ഓക്കെ, ബാലൻസ് പേ എത്ര? 0. സേവ്. മൊത്തം ബ്ലാങ്ക് ആയിരിക്കുന്നു. സെറ്റ് ഫോക്കസ് എവിടെ? ഐറ്റം കോഡിലേക്ക് സെറ്റ് ഫോക്കസ് ചെയ്ത് ഇവിടെ. ഓക്കെ,
ഇനി ഡാറ്റാബേസ് ചെക്ക് ചെയ്യാം. ഡാറ്റാബേസ് ഡേറ്റ്, ഇൻവോയ്സ് നമ്പർ 300, വാറ്റ്, ടോട്ടൽ എമൗണ്ട് 5000, 4000 ക്യാഷ് കിട്ടി, 1000 കാണാം, ബാലൻസ് പേ ചെയ്തൊന്നുമില്ല. ഇനി എന്ത് ചെയ്യണം? ക്ലിയർ ചെയ്യണം ഇൻവോയ്സ്. ഇൻവോയ്സ് ഇത് പ്രിന്റ് ആവട്ടെ. ഇത് പ്രിന്റ് ഇവിടെ MSG ബോക്സാണ്. പ്രിന്റ് മോഡിൽ ചോദിക്കണം വേണോ വേണ്ടേ എന്നാണ്. അതായത് ഇത് ഈ കേസിൽ യെസ് ആണ് അടിക്കുന്നെങ്കിൽ എന്ത് ചെയ്യണം? കമാൻഡ് ബട്ടൺ 5. കമാൻഡ് ബട്ടൺ 5 ഏതാ? പ്രിന്റ് മോഡിൽ ചോദിക്കും MSG ബോക്സ് ഇവിടെ ഈക്വൽ യെസ് ആണെങ്കിൽ എന്ത് ചെയ്യും? കമാൻഡ് ബട്ടനെ വിളിക്കുക. കമാൻഡ് ബട്ടൺ ഏതാ? കമാൻഡ് ബട്ടൺ പ്രിന്റ് ബട്ടൺ. അതിൻ്റെ കോഡിങ് എന്താ? RMGK sheet1.c.roscout.xlm.ro. പേജ് സെറ്റ് പേര് ഏതാ? ഷീറ്റ് 1 B2 G RNG1. അതേ അഡ്രസ്സിൽ തന്നെ എന്ത് ചെയ്യാം? പ്രിന്റ് ഔട്ട് ചെയ്യണം. ഓക്കെ, ഇതാണ് പ്രിന്റ്. ഓക്കെ, അതിനു മുമ്പ് എന്ത് ചെയ്യണം? ഈ ഇൻവോയ്സ് നമുക്ക് ക്ലിയർ ചെയ്യണം. അതിനു വേണ്ടി ക്ലിയർ ഓക്കെ, ഇത് ഈ അഡ്രസ് B&9G&RNG1.clear-content. അതിനുശേഷം ഐറ്റം ബോക്സിലേക്ക് സെറ്റ് ഫോക്കസ് ചെയ്യണം. ചെക്ക് ചെയ്യുക. ക്ലിയർ ഐറ്റം ബോക്സിലേക്ക് സെറ്റ് ഫോക്കസ് ചെയ്തു. 1036 രണ്ട് പീസ്, 1039 രണ്ട് പീസ് എന്ന് കൊടുക്കാം. 1046 എത്രയാ? 7 പീസ്. 1048 ഒരു പീസ്. 1011 രണ്ട് പേജ്. ഇതെന്താ? പേ 415 ടോട്ടൽ വരുന്ന 300 ക്യാഷ് 115.2 പേ. ഇനി സേവ് ബട്ടൺ, പ്രിന്റ് ഇൻവോയ്സ്, യെസ്. ഇത് പ്രിന്റ് ചെയ്യാൻ വേണ്ടി ഇതിൽ പ്രിന്റർ അറ്റാച്ച് ഇല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഡാറ്റാബേസ് ചെക്ക് ചെയ്യാം. ഓക്കെ, 1003 ഇൻവോയ്സ് നമ്പർ, 53 ടാക്സ്, വാറ്റ്, ടോട്ടൽ 415, 300, 115 കാർഡ്, ബാലൻസ് 0. ഇനി പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തൽക്കാലം നമുക്ക് എന്ത് ചെയ്യാം? പ്രിന്റ് വ്യൂവിൽ ഇതൊക്കെ മൊത്തം കാണിക്കുമെങ്കിൽ നമ്മൾ പ്രിന്റ് ഏരിയ സെലക്ട് ചെയ്തുകൊണ്ട് ഇത് മാത്രമേ വരും, ഇത് വരില്ല. ഓൺലി പ്രിന്റ് മാത്രം, ഇൻവോയ്സ് മാത്രം പ്രിന്റിലേക്ക് വരും. നമുക്ക് ചെക്ക് ചെയ്യാം. എപ്സം കറണ്ട്ലി എൻ്റെ ഡിവൈസിൽ അറ്റാച്ച് ചെയ്തിട്ടില്ല. അപ്പം എന്ത് ചെയ്യണം? PDF എടുക്കാം. നമുക്ക് പ്രിന്റ് അടിക്കാം. ഇൻവോയ്സ് നമ്പർ 1003. ഓക്കെ, ഇനി ചെക്ക് ചെയ്യാം. ഇൻവോയ്സ് നമ്പർ 1006. ഇവിടെ 1006 അല്ല 1003 കൊടുത്തല്ലേ? ഓക്കെ, ഓക്കെ, ഒന്നുകൂടി സൂം ചെയ്യാം.
ഓക്കെ, ഇതാ ഇൻവോയ്സ്. ഓക്കെ, ഈ വർക്ക് ബുക്ക് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഇമെയിൽ അഡ്രസ്സ് വെച്ച് കമാൻഡ് ചെയ്താൽ മതി. നിങ്ങളെ കമാൻഡ് ഞാൻ പബ്ലിഷ് ചെയ്യില്ല, പേടിക്കാനൊന്നുമില്ല. ഇതോടുകൂടി വീഡിയോ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.